കോവിഡ് പോസിറ്റീവായി മരണപ്പെട്ട നെടിയവിള സ്വദേശി ജോർജ് കുട്ടിയുടെ മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രി അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരം SYS ശാസ്താംകോട്ട സാന്ത്വനം എമർജൻസി ടീം ഏറ്റെടുത്ത് സംസ്കരിച്ചു. കോവിഡ് പോസിറ്റീവായി മരണപ്പെട്ട നെടിയവിള സ്വദേശി ജോർജ് കുട്ടിയുടെ മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രി അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരം SYS ശാസ്താംകോട്ട സാന്ത്വനം എമർജൻസി ടീം ഏറ്റെടുക്കുകയായിരുന്നു. കുടുംബക്കാരും ബന്ധുക്കളും ക്വാറന്റൈനിൽ കഴിയുന്ന നിലവിലെ സാഹചര്യത്തിൽ SYS സാന്ത്വനം ടീമിന്റെ സേവനം വിലമതിക്കാനാവാത്ത അനുഗ്രഹമായി. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ശാസ്താംകോട്ട സോൺ സാന്ത്വനം ചെയർമാൻ അബ്ദുൾ റഹ്മാന്റെയും റാഫി വലിയ വീടിന്റെയും നേതൃത്വത്തിൽ അടൂർ പെരിങ്ങനാട് സെന്റ് ഗ്രിഗോറിയസ് ചർച്ച് സെമിത്തേരിയിലെത്തിച്ച മൃതദേഹം സാന്ത്വനം എമർജൻസി ടീം ക്യാപ്റ്റൻ മുഹസിൻ, ടീം അംഗങ്ങളായ സുധീർ മുസ്ലിയാർ, അൻസാരി, നൌഫൽ എന്നിവർ ചേർന്ന് കബറടക്കി. പുരോഹിതർക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് അകലെ നിന്നാണെങ്കിലും അന്ത്യകുദാശ ഉൾപ്പെടെയുള്ള എല്ലാവിധ ആദരവുകളും നൽകുവാനുള്ള സാഹചര്യമൊരുക്കുവാൻ സാന്ത്വനം ടീം വോളണ്ടിയർമാർ പ്രത്യേകം ശ്രദ്ധിച്ചു. ഞങ്ങളുടെ സഭയുടെ പ്രാദേശിക സഭയായിരിക്കുന്ന കുന്നത്തൂർ സഭയിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്ന ജോർജ് ചായന്റെ ആകസ്മികമായ വേർപാട് എല്ലാവർക്കും വളരെ ദുഃഖം ഉളവാക്കുന്നതായിരുന്നു. എന്നിരുന്നാലും നാം എല്ലാവരും ഒരു നാൾ ഈ ലോകം വിട്ട് പോകേണ്ടവരാകയാൽ ആ ചായന്റെ സമയമായപ്പോൾ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഇടയായി. അദ്ദേഹത്തിന്റെ വേർപാട് ലോകമെല്ലാം വളരെ ഭീതിയിലായിരിക്കുന്ന ഈ വൈറസ് മൂലമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സഭയുടെ സെമിത്തേരിയിൽ മൃതശരീരം മറവ് ചെയ്യുവാൻ സന്നദ്ധത കാണിച്ച SYS ശാസ്താംകോട്ട സോൺ എമർജൻസി ടീം അംഗങ്ങൾക്കും അതിന്റെ സംസ്ഥാന തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന കാന്തപുരം ഉസ്താദിനും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രത്യേകം പരിശീലനം നേടിയിട്ടുള്ള സന്നദ്ധ സേവകരെയാണ് SYS സംസ്ഥാനത്തെ എല്ലാ സോണുകളിലും ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ ഇതിനോടകം 15-ലധികം കോവിഡ് മരണ സംസ്കാരങ്ങളുടെ നേതൃത്വം SYS സാന്ത്വനം ടീം ഏറ്റെടുത്ത് നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.